പ്രകൃതിരമണീയമായ തിരുവഴിയാട് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. വിഷ്ണു ഭഗവാന്റെ 4ാമത്തെ അവതാരമായ നരസിംഹമൂർത്തിയെ അതേ രൗദ്രരൂപത്തിൽ തന്നെയാണ് ഇവിടെ ആരാധിക്കുന്നത്. ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷം താൻ തന്നെയാണ് പ്രഹ്ലാദൻ വിശ്വസിക്കുന്ന ആ മഹാവിഷ്ണു എന്ന് കാണിച്ചു കൊടുക്കുന്ന ചതുർബാഹുവായ നരസിംഹമൂർത്തിയുള്ള ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ ശിവൻ, പഴയന്നൂർ ഭഗവതി, ഗണപതി ഭഗവാൻ, ദുർഗാദേവി എന്നിവർക്കായും പ്രത്യേക സ്ഥാനങ്ങളുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അവിടുത്തെ തിരുമേനി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. കൊച്ചി രാജാവ് ഭരിച്ചിരിക്കുന്ന സമയത്ത് അന്ന് ബ്രിട്ടീഷ് ഭരണമാണ് അന്ന സമയത്തൊക്കെ ശരിക്കും ഈ ക്ഷേത്രത്തിൽ ഭൂസ്വത്ത് വന്നത് 2000 ഏക്കർ കൃഷിയാണ് ഭഗവാൻ. അന്ന് ഇവിടുന്ന് നെല്ല് കൊണ്ടുപോകുന്നത് ഇവിടുന്നാണ്. നെന്മാറ എല്ലാ ക്ഷേത്രത്തിലും, കൂടാതെ തൃപ്പൂണിത്തുറ, എന്താ പറയുക, നമ്മുടെ കൂടൽമാണിക്യം, വടക്കുന്നാഥൻ, ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ ക്ഷേത്രം, കൊടുങ്ങല്ലൂർ കാവ്, ഇവിടുന്നാണ് നെല്ല് കൊണ്ടുപോവുക. ഇത്രയും ഭൂസ്വത്തുള്ള അമ്പലം നെന്മാർ ഏകക്ഷേത്രം നരസിംഹമൂർത്തി ക്ഷേത്രമാണ്. അതുകൂടാതെ നമുക്ക് ഈ പാലക്കാട് ജില്ലയിൽ ഏകക്ഷേത്രമാണ് ശിവേലിയുള്ള ധ്വജസ്തംഭം, 3 ശിവേലി, ഉഷശിവേലി, ഉച്ചശിവേലി, അത്താഴ ശിവേലി. ഈ ശിവേലിയുള്ള ഒരേ ഒരു ക്ഷേത്രം പാലക്കാട് ജില്ല ഏകക്ഷേത്രമാണ് നമുക്ക് തിരുവഴിയാട് നരസിംഹമൂർത്തി ക്ഷേത്രം. ഇവിടെ 8 ദിവസത്തെ ഉത്സവമുണ്ട്. ഇടവത്തിലെ മകീരത്തിന് കൊടിയേറി കഴിഞ്ഞാൽ ഉത്തരത്തിനാണ് ആറാട്ട്. പള്ളിക്കുറുപ്പ് ഉണ്ടാവും. പള്ളിക്കുറുപ്പ് പറഞ്ഞാൽ ഭഗവാനെ ഈ ആറാട്ടിൻ്റെ തലേ ദിവസം പള്ളിവേട്ട കഴിഞ്ഞ് വന്ന് ക്ഷീണിതനായിട്ട് ഭഗവാനെ ഈ പള്ളിക്കുറുപ്പായിട്ട് ഈ മുള പൂജ കഴിഞ്ഞാൽ ആ മുള എടുത്തിട്ട് ഇവിടെ ജപമണ്ഡപത്തിൽ കിടത്ത് ഉറക്കുക എന്നാണ് ശാസ്ത്രം. അത് കഴിഞ്ഞ് രാവിലെ പള്ളി ഉണർത്തി പശുവിനെ കണി കാണിച്ച്, വിഷുവിന് നമ്മൾ സാധാരണ കണി കാണിക്കുമല്ലോ, അതേപോലെ കണികളൊക്കെ വെച്ച് കണി കാണിച്ച് എല്ലാം നട തുറന്ന് ഇതൊക്കെ ചെയ്ത ശേഷമാണ് പിന്നെ എന്താ ശ്രീഭൂതബലിക്ക് മുമ്പായിട്ട് ഭഗവാനെ ആറാട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ശ്രീഭൂതബലി കാര്യങ്ങളായി, അത് കഴിഞ്ഞ് കൊടിയിറക്കം. ഇതൊക്കെയാണ് പണ്ടത്തെ ഉത്സവങ്ങൾ.